പാലപ്പള്ളി വലിയകുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിക്ക് നേരെ കാട്ടാനകളുടെ ആക്രമണം. 5 കുടുംബം ഒരു രാത്രി തള്ളി നീക്കിയത് ഭീതിയോടെ. ടാപ്പിംഗ് തൊഴിലാളിയായ കുന്നേക്കാടൻ ഷമീറയും കുടുംബവും താമസിക്കുന്ന പാടിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ അടുക്കള തകർന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 2:15 സംഭവം. പിറകിലെ റബ്ബർ തോട്ടം കിടന്നാണ് ആനക്കൂട്ടമെത്തിയത്. പാടിയുടെ അടുക്കള പൂർണ്ണമായും നശിപ്പിച്ചു. വെള്ളം ടാങ്ക്, പാത്രങ്ങൾ, മേൽക്കൂരയിലെ ഷീറ്റ്, കോൺക്രീറ്റ് കാലുകൾ എന്നിവയും തകർന്നു. ഷീറ്റ് തകരുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഞെട്ടിയെണീറ്റത്. അടുക്കള ഭാഗത്ത് കാട്ടാനക്കൂട്ടത്തെ കണ്ട് പരിഭ്രാന്തരായ ഇവർ വനം വകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പടക്കം പൊട്ടിച്ചാണ് ആനക്കൂട്ടത്തെ കാട്ടിലേക്ക് ഓടിച്ചു കയറ്റിയത്. പാടിക്ക് സമീപത്തു നിന്നും മാറിയെങ്കിലും കാട്ടിലേക്ക് ആനകൾ കയറാതെ തോട്ടത്തിൽ തന്നെ തമ്പടിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ വലിയകുളം തോടിന് സമീപവും ആനക്കൂട്ടമുണ്ടായിരുന്നു. അതേ ആനകൾ തന്നെയാണ് ഇവിടെയും വന്നതെന്ന് വീട്ടുകാർ പറയുന്നു. ഇന്നലെ രാത്രി 2:15 ഈ സംഭവം നടക്കണത്. കാരണം വെച്ചാൽ ഞങ്ങൾ ഇന്നലെ മൂത്രമൊഴിക്കാൻ വേണ്ടി എനിറ്റായിരുന്നു. അപ്പോൾ ജസ്റ്റ് അവിടെ വീട്ടിൽ കയറിയപ്പോഴത്തേനും ഭയങ്കര ശബ്ദം കേൾക്കണു. അപ്പോൾ ഞാൻ പുറകിൽ നിന്ന് ഹെഡ്ലൈറ്റ് അടിച്ചിട്ട് നോക്കുമ്പോൾ ആന കണ്ടെണ്ണം അവിടെ നിൽക്കണം, മുകളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലുള്ള എൻ്റെ ഭാര്യനെ വിളിച്ചു. ഭാര്യ വിളിച്ചപ്പോൾ അവിടെ എണിറ്റപ്പോഴത്തേനും സാധനം ഇവിടെ ബാക്കിയുള്ളവരൊക്കെ എനിട്ടുണ്ട്, ശബ്ദം കിട്ടും. അപ്പോൾ ഇത് തട്ടി പൊളിച്ചതോടെ എല്ലാവരും എനിട്ടു. എൻ്റെ എല്ലാവരും മറ്റേ 2-4 സ്ഥലത്ത് നിന്ന് ഹെഡ്ലൈറ്റ് ഇങ്ങനെ അടിച്ചപ്പോൾ ആന വെച്ചാൽ ഇവിടെ നിന്നാണ് കയറിയിട്ട് പിന്നെ അവിടെ പോയിട്ട് പിന്നെ രണ്ടാമത് പിടിക്കാൻ തന്നെ വന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ കുറേ ആട്ടിയിട്ടും പോച്ച വെച്ചിട്ടൊന്നും പോകണില്ല. ഓരോ നമുക്ക് തട്ടി നോക്കിയ രക്ഷയില്ല. അവർ അനങ്ങൾ പോലും ഇല്ല. അവർ ഇവിടേക്ക് തള്ളയും കുട്ടികളും ഉണ്ട്, ഒരു ചെറിയ ഇടത്തരം കുട്ടികളും ഉണ്ട്, പിന്നെ ഒരു 4 തള്ളകൾ വലുതുമുണ്ട്. അപ്പോൾ അവർ അങ്ങനെ ഒച്ച വെച്ചിട്ടും അവർ ഇവിടുന്ന് എന്തോ കണ്ട പോലെയാണ് അവർ വാഴ തിന്നാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സ്ഥലത്തേക്ക് പോയതായിരുന്നു. പക്ഷെ അവിടുന്ന് വരവ് കയറി ഈ ഇടച്ചാലും കൂടി വന്ന് ഇവിടെ ഇറങ്ങിയിട്ടാണ്. പിന്നെ കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട് ഈ സാധനം തട്ടി മറിച്ചിട്ട് പിടിച്ച് വലിച്ച് ആകെ ഇടിച്ച് പൊളിച്ചിട്ടുള്ളത് കണ്ടില്ലേ. എന്നിട്ട് അവർ ഇതിലാണ് കയറിയിട്ട് പിന്നെ ഞങ്ങൾ ഈ മറ്റേ പടക്കങ്ങളുണ്ട്, ഈ ചൈന പടക്കം എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ സാധനം ഇട്ടിട്ടാണ് കുറേയൊക്കെ അവരാണ്ട് കയറി പോയത്. മോളിക്ക് ഇങ്ങനെ വീക്കി കൊടുത്തപ്പോൾ അങ്ങോട്ട് കത്തിച്ചിട്ടപ്പോൾ അവരാണ്ട് കയറിപ്പോയി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ താഴ്ത്തിക്ക് തന്നെ വന്നു. പിന്നെ അങ്ങനെ സൈഡിൽ കൂടി അങ്ങനെ കയറിപ്പോയിട്ടുണ്ട്. അവർ പോയിട്ടില്ല, അതേ മുകളിലുണ്ട്. പക്ഷെ ഇതിപ്പോ രാത്രി പിന്നീട് വന്നതിന് ശേഷം കിടന്നുറങ്ങാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? പിന്നെ കുറച്ച് നേരത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ പുറത്ത് ഇരുന്നു. ഇനി വരുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പടക്കങ്ങൾ എന്തെങ്കിലും ശബ്ദങ്ങൾ വെച്ചിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നിന്നു. പക്ഷെ പിന്നീട് അവർ ഇങ്ങനെ അധികം വന്നിട്ടുണ്ടായില്ല. പിന്നെ അവരെ മോളിക്ക് തന്നെ അത് ഫോറസ്റ്റിക്ക് അവിടെ കയറി പോയിട്ടുണ്ട്. ഇപ്പോഴും എന്ത് ചെയ്യുക, ഫോറസ്റ്റിൻ്റെ പിന്നെ ഇപ്പോൾ ഇറങ്ങി വരുന്നുണ്ട്, മോളിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു.